ഹായ്, എലിസബത്താണ്. നിങ്ങളുടെ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാവരും ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വ ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലയിൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലയിൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഡോക്ടർ എലിസബത്ത് ഉദയൻ നമുക്കറിയാലോ, ബാലയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത് ഉദയൻ. ബാലയും എലിസബത്തുമായിട്ടുള്ള പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നും കുറെ നാൾ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് അതെല്ലാം മാറി അവരുടെ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ, എലിസബത്തിന്റെ കേസൊക്കെ കൊടുത്തു, കേസിന്റെ പിന്നാലെയാണ്. അപ്പം ആ ഒരു കോടതിയും കേസുമായിട്ട് അവർ നടക്കുന്നു എന്നാണ് നമ്മളൊക്കെ കരുതിയത്. പിന്നെ വേറെ അപ്ഡേഷൻ ഒന്നും കിട്ടാത്തുണ്ട്. പിന്നെ ഇടയ്ക്ക് ആ ഒരു വിമാന ദുരന്തം സംഭവിച്ച ടൈമിൽ എലിസബത്ത് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ എമർജൻസി സിറ്റുവേഷനൊക്കെ പുള്ളിക്കാരിയും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ മെയിൻ ചാനലിലൊക്കെ ഈ പുള്ളിക്കാരി ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. മൂക്കിൽ ട്യൂബ് ഇട്ട് വളരെ അവശ്യ നിലയിൽ തന്നെയാണ് ആ ഒരു വീഡിയോ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്. അതായത് അമിതമായിട്ട് ഉറക്ക ഗുളികൾ കഴിച്ചു അവശനിലയിൽ കണ്ടെത്തിയ സഹപ്രവർത്തകരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും പുള്ളിക്കാരി ആത്മഹത്യാ ശ്രമം തന്നെയാണ് നടത്തിയത് എന്നാണ് മെയിൻ ചാനലുകളിലൊക്കെ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് തനിക്ക് മരിക്കുന്നതിന് മുന്നെങ്കിലും നീതി കിട്ടുമോ എന്നുള്ളത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ബാലയും കുടുംബവും തന്നെയാണെന്നാണ് എലിസബത്ത് പറയുന്നത്. മോളിന്ന് താഴത്തേക്ക് നോളം ഡിവൈസ് ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, പ്രതിയും എന്താ ഇയാളും പ്രസൻ്റ് ആയില്ല. ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസൻറ്റ് ചെയ്ത് എന്താ ആകെ ലോയർ മാത്രമേ പ്രസൻറ്റ് ചെയ്തത്. അത് കൗണ്ടർ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട് 250 കോടിയുള്ള ആൾ. പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുകയെന്ന്. ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു. ചീഫ് മിനിസ്റ്ററിനെ കംപ്ലയിൻറ്റ് ചെയ്തു, കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ സംഭവം എന്താണ്. ഒരു ഡോക്ടറാണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആള് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരും ചോദിക്കും, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, താങ്കളെ പോലുള്ളവർ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ ബാക്കിയുള്ള ഒരു സാധാരണക്കാരുടെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് അത് വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിന് ആ ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്ന ഒരു ചിന്തയാണ്. അതിപ്പം എത്ര വലിയവനായാലും ചെറിയവനായാലും ഏത് തരക്കാരായാലും അവർക്ക് എല്ലാവരുടെ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് പോലും തനിക്ക് ഒരു റെസ്പോണ്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നെങ്കിലും പുള്ളിക്കാരിക്ക് ശരിക്കും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തത്. കാരണം മാനസികമായിട്ട് അവർ വളരെ തളർന്നു പോയൊരവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഇത്രയും നാളും ആ ഒരു വീട്ടില് ഇത്തരത്തിലുള്ള ക്രൂരപീഡനം അനുഭവിച്ചിട്ട് പോലും പിടിച്ചു നിന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. കമന്റ് ചെയ്യുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലെ, ആ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പലതും എന്ത് വേണോ പറയാം. പക്ഷെ പുള്ളിക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കാം.
പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം, ഹിസ്റ്ററി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എല്ലാം നോക്കാം. ചാവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രം കാരണം എന്നെ ചീറ്റ് ചെയ്തു, പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, മീഡിയയിൽ ഡിഫെയിം ചെയ്തു. അയാൾ മാത്രമല്ല, അയാളുടെ ഫാമിലി മൊത്തം. എങ്ങനെയെങ്കിലും ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കൊട്ടിച്ചിട്ടാണ്. കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുകയെന്ന്. പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നതൊക്കെ ഇപ്പോൾ തോന്നുന്നത് കാശ് ഉണ്ടോ, കാശില്ലേ, ആരാണ് വലുത് എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് എന്താവും എൻ്റെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ പറയണം തോന്നി. നമ്മൾ പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. Everything has to be said before something happens. ഇവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്താണെന്നറിയില്ല. അവർ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറയില്ല. ജസ്റ്റിസ് കിട്ടാൻ എത്ര പാടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും പറ, ആ കല്യാണം, ആ ഫംഗ്ഷൻ ഇത്രയൊക്കെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ് വിളിച്ച് ഭാര്യ എന്ന് വിളിച്ചു കൊണ്ട് നടന്നത് അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളതിനെ എല്ലാവരും പറ്റിക്കല്ലേ? അപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കണ്ടേ? നിങ്ങളതിനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് അറിയില്ല. എല്ലാം പറയണം തോന്നി, ഭയങ്കരമായിട്ട് വിഷമമാണ്. ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ത്രെറ്റനിങ് ചെയ്യണ ലാസ്റ്റ് ആ പോസ്റ്റ് ത്രെറ്റനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ, സ്വന്തം കാര്യം നോക്കിയിട്ട് പോകുന്നത് ത്രെറ്റനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ? രണ്ടുപേർക്കും വീഡിയോകൾ ഓർഡറുകൾ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല. നമുക്കറിയാലോ, കുറെ നാളുകളുണ്ടായി ഈ ബാലയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഭയങ്കര നിയമ പോരാട്ടത്തിന്റെ പിറകെ തന്നെയാണ് ഇരുവരും തമ്മിൽ. നിയമ പോരാട്ടമായാലും അല്ലാതെ ആയാലും ഒരുപാട് ത്രെറ്റനിങ് കോൾസ് ഒക്കെ വരുന്നു എന്ന് എലിസബത്ത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എലിസബത്ത് ബാലയ്ക്കെതിരെ ഉന്നയിച്ച പല വീഡിയോസും നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞതും എലിസബത്തിന്റെ ഇത്തരം വീഡിയോസിൽ നിന്ന് തന്നെയാണ്. അതില് ബാല പറയുന്നത് താനും എലിസബത്തുമായിട്ട് യാതൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ നമ്മൾ അവരൊക്കെ വീഡിയോസ് കണ്ടതല്ലേ, വിവാഹ റിസപ്ഷനും. ബാല പറയുന്നത് എലിസബത്ത് തന്നെ ഭാര്യയല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് ആവുന്നത്? ഈ പബ്ലിക്കിന് മുന്നിലെ കൊണ്ട് പറഞ്ഞത് ബാല തന്നെയല്ലേ? ബാല തന്നെയല്ലേ ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്? ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എന്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ബാല, എലിസബത്ത്, അമൃത ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ ഒരു കല്യാണം, ഫസ്റ്റ് ഇവരുടെ കല്യാണം തന്നെയായിരുന്നു. എലിസബത്തിന്റെയും ബാലയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു. ആ ഒരു വിവാഹം വളരെ ഗംഭീരമായിട്ട്, വിവാഹമല്ല ഒരു റിസപ്ഷൻ ആയിട്ടാണ് നടത്തിയത്. വിവാഹം അതിനു മുന്നേ നടന്നു കഴിഞ്ഞതാണ്, റിസപ്ഷൻ ആയിട്ടാണ് പിന്നീട് അത് നടത്തിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, പിന്നെ മുന്ന നടൻ, ഇവരൊക്കെ പങ്കെടുത്ത ഒരു റിസപ്ഷൻ വീഡിയോ ആയിരുന്നു, വിവാഹ റിസപ്ഷൻ വീഡിയോ ആയിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ ബാല പറയുന്നത് ഈ എലിസബത്തുമായിട്ട് താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത്, ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിവാഹത്തെ എങ്ങനെയാണ് ഒരു പബ്ലിക്ലി അനൗൺസ് ചെയ്യുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ D/O/C എന്ന് വന്നിട്ട് അത് ഡോക്ടറല്ല, വേറെ ആരെയും ഉദ്ദേശിച്ച്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് കേസെടുക്കാത്തത്. നിങ്ങളുടെ പേരല്ല ഉദ്ദേശിച്ച് പുള്ളി വയലൻസ് കാണിക്കണമെന്ന് വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചത്. അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും. ആൾക്കാർക്ക് എന്താ കാശ് മതിയല്ലോ. ഞാൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട് മാക്സിമം പോരാടുന്നു. അറിയില്ല ഇതോടെ കൂടെ എല്ലാം നിൽക്കുമെന്ന് അറിയില്ല. എനിക്കും വയ്യ എല്ലാ തവണയും വക്കീലിൻ്റെ കേസ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഓരോ തവണയും മാസത്തിൽ 2 തവണ സെഷന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് കേസ് കൊടുത്തത് അബുദായി പോലെ തോന്നുന്നു. ഞാൻ മരിച്ച ഇവിടുത്തെ ഹോൾ സിസ്റ്റം ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലതരത്തിൽ ഞാൻ ഓരോ സംഭവങ്ങളും കേട്ട് പറഞ്ഞു, പല ഇതിനും തെളിവുകൾ പറഞ്ഞു. എന്നിട്ട് ഒരാൾക്കും കേസെടുക്കാനോ
ഞാൻ കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു ഇതിനൊന്നും പറ്റാൻ പറ്റിയിട്ടില്ല. Thank you for all the love you have given. Bye. എലിസബത്തിനും ഇക്കാര്യത്തിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പരാതി കൊടുക്കാൻ വൈകിയത് തന്നെയാണ്. പിന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കയ്യിൽ വേണം. പിന്നെ ഇവർക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഇവരുടെ വക്കീൽ ആരാണെന്നോ അല്ലെങ്കിൽ വക്കീൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവർ നിയമോപദേശം എന്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും ഇവർ അനുഭവിച്ച ആ ഒരു കൃത്യം തെളിയിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ ഒരു എലിസബത്തിന്റെ ലീഗൽ സൈഡ് എന്ന് നോക്കുമ്പോൾ ഭയങ്കര വീക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു ബലക്കുറവ് പോലെ തന്നെയാണ്. അത് തന്നെയാണ് അവിടെ മറുവശത്തെ അയാളുടെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ വരെ എലിസബത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് നല്ല മാനസിക പിരിമുറുക്കം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്താനുള്ള ഒരു സാധ്യത വന്നത്.